ഹായ് സുഹൃത്തുക്കളെ, യാത്രാ വ്ളോഗിൻ്റെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇപ്പോൾ ഉള്ളത് പറമ്പിക്കുളം ടൈഗർ റിസർവിലാണ്. കേരളത്തിലെ രണ്ടാമത്തെ കടുവ സങ്കേതത്തിലേക്കാണ് യാത്ര തുടങ്ങുന്നത്. അങ്ങനെ സ്വന്തം വാഹനത്തിലാണ് ഇപ്പോൾ നമ്മൾ ഈ ആനപ്പാടി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തുന്നത്. ആനപ്പാടിയിൽ നിന്നാണ് ടൂറൊക്കെ പ്രോഗ്രാം ചെയ്യുന്നത്. ബുക്ക് ചെയ്തപ്പോൾ ആനപ്പാടി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് എത്താൻ വേണ്ടി പറഞ്ഞത്. ഇപ്പോൾ കാട് തുടങ്ങിയപ്പോൾ തന്നെ ഇരുവശങ്ങളിലും വലിയ മരങ്ങളുണ്ട്. തേക്ക്, ഈട്ടി മരങ്ങളാണ്, വലിയ മരങ്ങൾ. പിന്നെ നല്ല മുളങ്കാടുകളുണ്ട്. രണ്ട് സൈഡിലും മുളങ്കാടുകൾ. മൃഗങ്ങളെ കാണുമെന്ന് നോക്കിയിട്ട് ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്, ഇരുവശത്തേക്ക് നോക്കുന്നുണ്ട്. ഒന്നിനെയും ഇപ്പം കാണുന്നില്ല. ഈ ഇടത്ത് ഭാഗത്ത് കാണുന്ന ലേക്ക് പോലെ കാണുന്നത് തുണക്കടവ് ഡാമിൻ്റെ റിസർവോയറാണ്. അടിപൊളി സ്ഥലമാണ്. ബോട്ടിംഗ് ഒക്കെ ഉണ്ട് ഇവിടെ. അടിപൊളി സ്ഥലം ഇവിടെ. അങ്ങനെ അത് ഇപ്പോഴെത്തിയത് ആനപ്പാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ നിന്നാണ് യാത്ര നമുക്ക് ഫോറസ്റ്റുകാർ അറേഞ്ച് ചെയ്തത്. ഇവിടെ 50 സീറ്റുള്ള ബസ്സുണ്ട്, 25 സീറ്റുള്ള ടെമ്പോ ട്രാവലർ പോലത്തെ വണ്ടികളുണ്ട്, ജീപ്പുകളുണ്ട്. ഏതാണോ നമുക്കിഷ്ടം അതിൽ യാത്ര ചെയ്യാം. ഓരോരോ റേഞ്ച് ഉണ്ട് അതിനൊക്കെ. പിന്നെ നല്ല മൂടൽമഞ്ഞുണ്ട്, കോട, തണുപ്പ്. ഈ കാട്ടിൻ്റെ അകത്ത് വന്നപ്പോൾ കണ്ടോ, മയിൽക്കൂട്ടങ്ങളൊക്കെ കണ്ടില്ലേ? രസകരമായ കാഴ്ച. രാവിലെ 7 മണിയായിട്ടുണ്ടാവും സമയം കംപ്ലീറ്റ് ഉള്ളത്. നല്ല തണുപ്പാണ് ഇവിടെ ഉള്ളത്. കോട തന്നെ, ഒരു റോഡ് തന്നെ കാണുന്നില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ബ്രേക്ക്ഫാസ്റ്റിന് ആനപ്പാടി ഫോറസ്റ്റ് ഐബിയിൽ അവിടെ ഒരു ഡൈനിങ് ഹാളിൽ അവിടെ വെച്ചിട്ട് പുട്ടുണ്ട്, ദോശയുണ്ട്, പൊങ്കലുണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണം കഴിച്ച് സാവധാനം പുറത്തേക്ക് ഇറങ്ങി. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പുറത്തേക്ക് ഇറങ്ങി. മുന്നിൽ തന്നെ കാണുന്ന കാഴ്ച മയിലിനെയാണ്. മയിലൊന്നും നല്ലിട്ടുള്ളത്, ഇഷ്ടംമാതിരി മയിലുണ്ട്. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞ് ലേശം കൂടി ഫ്രണ്ടിലേക്ക് നടന്നപ്പോഴാണ് നേച്ചർ സ്റ്റഡി ഹാൾ. ഈ സ്കൂൾ കുട്ടികളും കോളേജ് കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് ഫോറസ്റ്റുകാരെ ഒരു ക്ലാസ്സൊക്കെ ഉണ്ട്. ആർക്കും പങ്കെടുക്കാം ക്ലാസ്സിൽ. ഇവിടുത്തെ ഈ പറമ്പിക്കുളത്തെ ഡീറ്റെയിൽ ഇവിടുന്നാണ് പറഞ്ഞിരുന്നത്. അത് കഴിഞ്ഞ് നേച്ചർ സ്റ്റഡി ഹാളിൻ്റെ ഫ്രണ്ടിൽ തന്നെ ടെൻറ്റുകളുണ്ട്. ഒരു ടെൻറ്റിന് 2300 ആവും. 3 ടെൻറ്റുകളാണ് അറേഞ്ച് ചെയ്തത്. ഇതിനൊക്കെ ഭയങ്കര തിരക്കാണ് ഇവിടെയൊക്കെ. അത്രയും ആൾക്കാർ ഇതിന് ഓൺലൈൻ ക്യൂ ആണ്. പിന്നെ വേറെ എന്താണെന്ന് വെച്ചാൽ ഈ ടെൻറ്റിനകത്ത് പുറത്ത് തന്നെ നല്ല ടോയ്ലറ്റും ബാത്റൂമുകളും ഒക്കെ ഉണ്ട്. നല്ല സൗകര്യത്തോടുകൂടി, നല്ല വൃത്തിയുള്ള. ഈ ഫ്രണ്ട് ഇവിടെ തന്നെ ആനയും കാട്ടുപോത്തും. ഞങ്ങൾ കാലത്ത് വന്നപ്പോൾ കാട്ടുപോത്തൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് മാനമുള്ളത്. നമ്മൾ വരുമ്പോൾ വീഡിയോ എടുക്കാൻ നോക്കുമ്പോഴത്തേക്ക് തന്നെ അത് ഓടിപ്പോയി. പിന്നെ മയിലിഷ്ടമാതിരി ഉണ്ട്. അപ്പം രാത്രി ആയി കഴിഞ്ഞാൽ ഇവിടെ ഈ സ്ഥലങ്ങളിലൊക്കെ ആനയുണ്ടാവുമെന്നാണ് പറയുന്നത്. ഇതിൻ്റെ അടുത്തല്ല, ഇല്ല, അപ്പുറത്ത് കമ്പുവേലിൻ്റെ ഉള്ളിലാണ് ഈ സംഭവമൊക്കെ ഉള്ളത്. അതിൻ്റെ പുറത്ത് ആനകളൊക്കെ വരും. ഇതിൻ്റെ അകത്ത് മാനും കാട്ടുപോത്തും എല്ലാ ജീവികളും വരും. ആന ഒഴികെ ബാക്കി എല്ലാം വരും. നമ്മൾ ഈ കിടക്കുന്ന ഈ ഹട്ടിൻ്റെ അടുത്ത് മുഴുവൻ ഒരു 6-7 ഹട്ടുകളുണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് ഫോറസ്റ്റുകാർ അവിടുന്ന് ഒരു ഡ്രൈവറും ഒരു ഗൈഡും രണ്ടും ഒരാൾ തന്നെ വിട്ട് തന്നെയാണ്. ഒരു ജീപ്പും. ഞങ്ങൾ ഒരു 5 പേരാണ് ഉള്ളത്. അപ്പം ഡ്രൈവറെ പേര് സ്വാമി എന്നാണ്. എല്ലാവരും സ്വാമി എന്നാണ് വിളിക്കുന്നത്. സ്വാമിയേട്ടെന്നാണ് ഞങ്ങൾ വിളിച്ചത്. അപ്പം അയാളെല്ലാ ഡീറ്റെയിലും ഞങ്ങൾക്ക് പോകുന്ന വഴിക്ക് പറഞ്ഞു തരുന്നുണ്ട്. അങ്ങനെ യാത്ര തുടങ്ങി. ഫസ്റ്റ് തന്നെ 3 മാനുകൾ കിടക്കുന്നതാണ്. ഫസ്റ്റ് ഈ തേക്കിൻ്റെ പേര് കന്നിമരം തേക്ക് എന്നാണ് ഇയാൾ പറഞ്ഞത്. കന്നിമരം തേക്ക് 10-200 വർഷം പഴക്കമുണ്ടെന്നാണ് പറയുന്നത്.
ഏറ്റവും തോന്നെ കഞ്ഞിമരത്തേക്കുള്ളത് പറമ്പിക്കുളത്താണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ട്രീ ടോപ്പ് ഹട്ടിൻ്റെ അടുത്തെത്തി. ഇത് തുണക്കടവ് എന്ന് പറഞ്ഞ റിസർവോയറിൻ്റെ അടുത്താണ്. തുണക്കടവ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. അങ്ങനെ ഞങ്ങൾ അകത്ത് കയറി നോക്കി. അടിപൊളി കാഴ്ചകൾ തന്നെ. അടിപൊളി വ്യൂ ആണ് കാണുന്നത്. ഇവിടെ ഇരുന്ന് കസാലയിൽ ഇരുന്ന് കണ്ടാൽ അടിപൊളി സ്റ്റൈലൻ. പിന്നെ റൂമിൻ്റെ അകത്ത് ചെന്നപ്പോൾ അടിപൊളി റൂം, 2 പേർക്ക് സുഖമായിട്ട് കിടക്കാം. AC വരെ ഉണ്ട്. AC-ൻ്റെ ആവശ്യം ഇവിടെ അല്ല, നല്ല തണുപ്പാ, നല്ല വൃത്തിയിലുണ്ട്. അങ്ങനെ ട്രീ ടോപ്പ് ഹട്ടിൽ നിന്നും ഇറങ്ങി വീണ്ടും കാട്ടിൽ കൂടെ യാത്ര തുടങ്ങിയപ്പോൾ പിന്നെയും മാൻകൂട്ടത്തെ കണ്ടു. 2-3 മാൻ കണ്ടു. ഞങ്ങൾ പുല്ല് നിന്ന് ഇങ്ങനെ നടക്കുകയാണ്. കുരങ്ങൻ പോയാണ്ടില്ലേ ഇന്നാള്? മാൻകൂട്ടത്തെ കണ്ട് വണ്ടി മുന്നോട്ടെടുത്തപ്പം എല്ലാവരും പറഞ്ഞ് നമുക്കൊരു ചായ കഴിക്കണം. അവിടെയാണ് ഈ പറമ്പിക്കുളം ബസ്സൊക്കെ നിർത്തിയിട്ട് ടൂറിസ്റ്റുകളൊക്കെ ഇഷ്ടമായിരുന്നു. അവിടെ ഒരു 5-6 ചായക്കടകളാണ്. അവിടെ നിന്ന് ഞങ്ങൾ ഇരുന്ന് ചായയൊക്കെ കഴിച്ച്. ഇവിടം വരെ ബസ്സൊക്കെ വരുന്നുള്ളൂ. പറമ്പിക്കുളം ഡാം ഇവിടെയാണ് തീരുന്നത്. ഈ ഡാം സൈറ്റിൻ്റെ അടുത്ത് ബസ്, പാലക്കാട്ടേക്കുള്ള ബസ്. അതിനുശേഷം ഞങ്ങൾ വീണ്ടും ഡാമിൻ്റെ അടുത്തേക്ക് വീണ്ടും ചായ കഴിച്ചതിന് ശേഷം വീണ്ടും വാഹനത്തിൽ കയറി യാത്ര തുടങ്ങി. അന്നപ്പോൾ ഒരു ബോർഡ് കാണുന്നത്, പറമ്പിക്കുളം. അത് കഴിഞ്ഞ് കുറച്ച് ദൂരം മുന്നോട്ട് പോയപ്പോൾ ഇടത്ത് ഭാഗത്തൊരു ബോർഡ് കണ്ട്, പറമ്പിക്കുളം ആലിയാർ പ്രൊജക്റ്റ്, പറമ്പിക്കുളം ടണൽ. ഇടത്തോട്ട് അവിടെ ഒരു ചെക്ക് പോസ്റ്റൊക്കെ ഉണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആ ടണലൊക്കെ കാണാം. ഈ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് ഒരു 100 മീറ്റർ പോയാൽ അവിടെ ഈ ടണലും കാര്യങ്ങളൊക്കെ കാണാം. അവിടെ സ്ട്രിക്റ്റ് ഏരിയ ആണ്. ഡാം എന്ന് വെച്ചാൽ തമിഴ്നാടിന്റെ കൺട്രോളിലുള്ളതാണ്. അവരുടെ കൺട്രോളിൽ 8ഓളം ഡാമുകളുണ്ട്. ഇവിടെ 3 ഉണ്ട്. ഇത് പറമ്പിക്കുളം നമ്മൾ ആദ്യം കണ്ടില്ല, അത് തൂണക്കടവ്. പിന്നെ ഒന്ന് പെരുവാർപ്പള്ളം. പെരുവാർപ്പള്ളം എന്ന് പറഞ്ഞാൽ ചെക്ക് ഡാമാണ്, എർത്ത് ഡാം. ഇതിന്റെ ഹൈറ്റ് ഒന്ന് 240 അടി ഹൈറ്റ് ആണ്. ഗ്രൗണ്ടിൽ നിന്ന് ടോപ്പ് വരെ. അത് 180ഓളം വാട്ടർ ലെവലാണ്, 180ഓളം വാട്ടർ ലെവലാണ്. ഇതിന്റെ ഏരിയ കപ്പാസിറ്റി ഏരിയ വന്ന് 89 സ്ക്വയർ കിലോമീറ്ററാണ് ഇതിന്റെ കപ്പാസിറ്റി ഏരിയ. ഇത് നേരെ പോണത് സർക്കാർ വഴി ആളിയാർ തിരുമൂർത്തി മലയ്ക്കൊക്കെ ടണൽ വഴിക്കാണ് നമ്മൾ അവർ കൊടുക്കുന്നത് വെള്ളം. ഈ കൺട്രോൾ ഡാം ഒക്കെ തമിഴ്നാടിനാണ്. ഇതിന്റെ മുകളിലൊരു ഡാമുണ്ട്, ഷോളയാർ. അവിടുന്ന് ഇവിടേക്ക് വെള്ളം വരും. ഇവിടുന്ന് തൂണക്കടവ് സർക്കാർ പതി ആളിയാർ തിരുമൂർത്തി മല ഇവിടേക്കൊക്കെ പോകും. ആളിയാറിൽ നമുക്ക് ഒരു 10 TMC വാട്ടർ ചിറ്റൂർ ഭാഗത്ത് കിട്ടുന്നുണ്ട്. അതാണ് ഭാരതപ്പുഴ തുടക്കം. ഞങ്ങൾ ഇവിടുന്ന് തിരിച്ച് ആനപ്പാടിയിൽ പോയി ഊണ് കഴിച്ച് റെസ്റ്റ് എടുത്തു. ആനപ്പാടിയിൽ നിന്ന് ഞങ്ങൾ വൈകുന്നേരം 6 മണിക്ക് സേതുമട ചെക്ക് പോസ്റ്റ് വഴി പാലക്കാട്ടേക്ക് പോയി. അന്നപ്പം കണ്ട കാഴ്ചകളാണ് 6 മണി സമയം. കാട്ടി, മാന് ഒക്കെ ഇഷ്ടംമാതിരി കണ്ടു. കാട്ടീൻ്റെ കൂട്ടങ്ങൾ, ഇഷ്ടംമാതിരി കാട്ടികളുണ്ട്, 10-15 എണ്ണം. അത് കഴിഞ്ഞ് ഒരു ആനേനെ കണ്ട്. പകലത്തെക്കാട്ടിലും സന്ധ്യാസമയത്താണ് ഞങ്ങൾക്ക് ഇത് മുതലായത്, ഈ ട്രിപ്പ്. ഒരു മാൻകൂട്ടങ്ങൾ. പകല് കുറച്ച് മാനിനെ മാത്രമേ കണ്ടുള്ളൂ. കാട്ടുകൾ ഇഷ്ടംമാതിരിയുണ്ട്. ഇനി പറമ്പിക്കുളത്തെ പറ്റി കുറച്ച് അതിൻ്റെ ഡീറ്റെയിൽ. 644 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്നതാണ് പറമ്പിക്കുളം ടൈഗർ റിസർവ്. വന്യജീവികളെ കാണാനും കാടിനുള്ളിൽ താമസിക്കാനും ആഗ്രഹിക്കുന്നവർക്ക് മികച്ച ഓപ്ഷനാണ് പറമ്പിക്കുളം. ഒരുപാട് വന്യജീവികളെ കാണാനും. നിത്യഹരിതമായ പറമ്പിക്കുളത്തെ കൂടുതൽ അതിൻ്റെ വിശദാംശങ്ങളും ഈ വീഡിയോയിൽ കാണാം. 2010 പറമ്പിക്കുളം ടൈഗർ റിസർവായി പ്രഖ്യാപിച്ചത്.
കേരളത്തിലാണെങ്കിലും തമിഴ്നാട്ടിലെ ആനമലയിൽ കൂടിയാണ് നമ്മൾ പറമ്പിക്കുളത്ത് എത്തുന്നത്. തമിഴ്നാടിൻ്റെ സുയത്തമട ചെക്ക് പോസ്റ്റ് 38 കിലോമീറ്റർ തമിഴ്നാടിൻ്റെയും കേരളത്തിൻ്റെയും വനത്തിലൂടെയും സഞ്ചരിച്ചാണ് പറമ്പിക്കുളത്ത് നമ്മൾ എത്തുന്നത്. സഞ്ചാരികൾക്ക് വേണ്ടി പലവിധ ട്രക്കിംഗ് പ്രോഗ്രാമുകളും ജംഗിൾ സവാരിയും നേച്ചർ ക്യാമ്പ് താമസിക്കാനുള്ള സൗകര്യം അവിടെയുണ്ട്. പിന്നെ രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ ഈ സഫാരിയുള്ളൂ. പിന്നെ ഇതിൽ ബുക്ക് ചെയ്യേണ്ടത് parambikulam.org എന്ന വെബ്സൈറ്റിൽ വഴിയാണ് ബുക്ക് ചെയ്യേണ്ടത്. ഈ വ്ലോഗ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.